ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വക സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ 15-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി നമ്മുടെ ശ്രുതിയെ ആക്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയുകയാണ്, വാട്ട് ഈസ് ദിസ്, നിനക്ക് മാനേഴ്സ് ഇല്ലേ, ബിഹേവ് യുവർ സെൽഫ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, സച്ചി നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ, ഇയാൾ നിങ്ങളുടെ ചേട്ടനല്ലേ, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിനക്ക് അറിയില്ലേ, രേവതി നിൻ്റെ ഭർത്താവിന് നീ മാനേഴ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയാണ്, എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ ഞാനിവനെ അടിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രേവതി ഇടയ്ക്ക് കയറുകയാണ്. രേവതി പറയുകയാണ്, മാനേഴ്സ് എന്താണെന്ന് നീ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നിങ്ങനെ പറയാണ്. എന്തിനാ ഇയാൾ എന്തിനാ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ തല്ലി മേടിച്ച് കെട്ടിയത്, അതുകൊണ്ടേ ആദ്യം നീ ഇതൊക്കെ നിൻ്റെ ഭർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നിങ്ങനെ രേവതി പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ്, പറയും ഞാൻ അച്ഛനെ പറയും, നീ എന്ത് ചെയ്യും എന്നാലൊന്ന് പറഞ്ഞു നോക്കടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സച്ചി അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടു ഈ വിരൽ ഇങ്ങനെ പിടിച്ചങ്ങ് ഒടിക്കുകയാണ്, ഇങ്ങനെ പിടിച്ചങ്ങ് മിണക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അലറുകയാണ്. അലറിയിട്ടൊന്നും ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ വിടുന്നില്ല. അങ്ങനെ ഒടുവിൽ നമ്മുടെ ശ്രീകാന്തും നമ്മുടെ രേവതി എല്ലാവരും കൂടി ചേർന്ന് സച്ചിനെ പിടിച്ച് വലിച്ച് മാറ്റുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയുന്നത്, ശ്രുതിയുടെ അടുത്തായിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശ്രുതി പറയുകയാണ്, ശ്രുതി എൻ്റെ വിരൽ ഒടിഞ്ഞെന്ന് തോന്നുന്നു, ശ്രുതി എൻ്റെ വിരൽ നല്ല വേദനയുണ്ട് ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി ഇങ്ങനെ വിരലിൽ നോക്കിയിട്ട്, വിരൽ ഫ്രാക്ചറായി, എന്ത് പണിയാടാ നീ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഇങ്ങ് വീട്ടിൽ വന്നേരെ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ശ്രുതി തലയൊക്കെ ആട്ടുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാണ്, ഇവനെ വേണമെങ്കിൽ പിടിച്ചെടുത്തോണ്ട് പോ, അല്ലെങ്കിലുണ്ടല്ലോ ഇവൻ്റെ നടു ഞാൻ ചവിട്ടി ഓടിക്കും, എൻ്റെ അച്ഛനെ പറഞ്ഞ ഇവനെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ശ്രുതി പറയുകയാണ്, നീ വാ ശ്രുതി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ആ സമയത്തിന് ശ്രീകാന്തിന് നല്ല വിഷമമാവുകയാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട്, പക്ഷേ ശ്രീകാന്ത് ഒന്നും പ്രതികരിക്കുന്നതൊന്നുമില്ല. അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി പറയണേ, വാ രേവതി ഇനി ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, എന്ത് കാഴ്ച കാണാനാ, വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ വിളിച്ചിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിയുടെ കാർ അവിടെ കിടക്കുകയാണ്. കാറിൻ്റെ അടുത്ത് ചെല്ലുകയാണ് സച്ചി. അതിനുശേഷം രേവതിയോട് പറയണേ, അവൻ കണ്ടില്ലേ എൻ്റെ അച്ഛനെ പറഞ്ഞത് കേട്ടില്ലേ നീ, അവനെ എന്ത് ചെയ്യണമെന്നറിയാമോ, എൻ്റെ കലിപ്പ് തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കിടന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, രേവതി സകല തെറ്റുകളും ചെയ്തത് അവനല്ലേ എൻ്റെ അച്ഛൻ ഈ കണ്ട കാലം മുഴുവനും വളയം പിടിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, ആ 50 ലക്ഷം രൂപ അതും കൊണ്ട് വായ്ക്കരി ഇട്ട് പോയവനാ അവൻ. എന്നിട്ട് ഇപ്പോൾ എല്ലാ തെറ്റും അവൻ എൻ്റെ അച്ഛൻ്റെ തലയിൽ ഇട്ടിരിക്കുകയാണ്. അവൻ്റെ മട്ടും മാതിരി അവൻ്റെ പറച്ചിലൊക്കെ കേട്ടിട്ട് എൻ്റെ അച്ഛനാണ് അവൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ട് ഓടിപ്പോയെന്ന് തോന്നുമല്ലോ. എന്ത് വൃത്തികെട്ടവനാ ഇവൻ, പണ്ടേ ഇവൻ ഇങ്ങനെ തന്നെയാണ്, അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് തട്ടി കയറുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, രേവതി നിനക്കിതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കണേ, ഞാനെന്ത് പറയാനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് വരുന്നവളാണല്ലോ, ഞാനെന്താ അവനെ തല്ലിയത് ശരിയായില്ലെന്നാണോ നീ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, എന്നാൽ നീ പറ, ഞാൻ അവനെ തല്ലിയത് ശരിയാണോ തെറ്റാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണേ, തല്ലിയതിൽ തെറ്റൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയുന്നു, അപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ, അപ്പോൾ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് നീ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രേവതി പറയണ, അങ്ങനെ ഒരു തെറ്റുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളൊരു തെറ്റ് ചെയ്തു. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താണ്, നിങ്ങൾ തല്ലിയതിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മളുടെ രണ്ടുപേരുടെയും വിവാഹം പിന്നെ എന്താണ്
സഹതാപ വിവാഹമായിരുന്നു എന്ന് അയാൾ പറഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോഴും കൊടുക്കണമായിരുന്നു അടി. അല്ലാതെ അച്ഛനെ കുറിച്ച് പറയുന്നത് വരെ നോക്കിയിരിക്കേണ്ടതില്ലായിരുന്നു. അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മുടെ വിവാഹത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ആ സ്പോട്ടിൽ കൊടുക്കണമായിരുന്നു അടി എന്നിങ്ങനെ രേവതി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് സന്തോഷമാവുകയാണ്. സച്ചി പറയുകയാണ്, ഓ ഇപ്പം ആശ്വാസമായി. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്താലും അതിനെല്ലാം തെറ്റ് 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 എന്നല്ലേ നീ പറയുന്നത്. ഇപ്പോൾ നിന്റെ വായി നീ എന്നെ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് മനസ്സമാധാനമായി രേവതി. നീ എന്ത് പറയുമെന്നൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ് അയാൾ എപ്പോഴും അയാളുടെ ഭാഗം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതിന് പറ്റിയ ഒരുത്തി തന്നെയാണ് കൂടെയുള്ളത്. അപ്പോൾ സച്ചി പറയാണ്, അല്ല അവൻ്റെ കാര്യം ശരിയാണ്. അവനെ എനിക്ക് പണ്ട് മുതൽക്കേ അറിയാം. അവൻ സ്വാർത്ഥനാണ്. ശരിക്കും അവൻ ആരോടും സ്നേഹമില്ല. അമ്മയെ തന്നെ മണിയടിച്ച് അവൻ കൊണ്ടു നടക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും പറയണ്ടല്ലോ. അവൻ്റെ കൂടെ നടക്കുന്ന ആ പെണ്ണിനോട് പോലും അവന് ആത്മാർത്ഥ സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഇവനെ ഈ മെനിങ്ങാന്ന് വന്ന് കയറിയ ഇവള് എന്തടിസ്ഥാനത്തിലാണ് ഇത്രയ്ക്ക് ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു അവൾ അവന് പറ്റിയ ഒരുത്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ അവൾ എന്ത് ബഹളം വെച്ച് ഇവിടെ കിടന്ന്, എത്ര ഓവറായിട്ട് അവൾ സംസാരിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, അയാളുടെ സംസാരം ഉണ്ടല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അച്ഛനെക്കുറിച്ച് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു സംസാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുകയാണ്, നല്ലൊരു പാർട്ടിയായിരുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നീ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് നിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നത്. എന്നിട്ട് അതിപ്പോൾ ഇങ്ങനെയായി. ഞാൻ കരുതിയത് നല്ല സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് എന്നൊക്കെ പറയുകയാണ്. തുടക്കം മുതൽക്ക് ഇവൻ നമ്മളെ അപമാനിച്ചുകൊണ്ടല്ലേ ഇരുന്നത്, എത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് സച്ചി പറയുകയാണ്, രേവതിയോട് പറയാണ്, രേവതി നിനക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ, ഇവിടെ വന്നിട്ട് നീ ഒന്നും കഴിച്ചതുമില്ല. ബാ നമുക്കിവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിക്കാം. ഞാൻ പോയി കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടുത്തെ പൊറോട്ടയും ബീഫ് കറിയൊക്കെ സൂപ്പറാണ്, ചിക്കൻ കറിയും ഉണ്ട്. നീ ബാ, അവിടെ ചിക്കനൊക്കെ അടിപൊളിയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണ, വേണ്ട എനിക്കൊന്നും കഴിക്കാനുള്ള മൂഡില്ല. നിനക്ക് വിശക്കുന്നില്ലേ? നീ ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ രേവതി പറയണ, സാരമില്ല എനിക്കെന്തോ വിശക്കുന്നില്ല, കഴിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ വിശക്കുന്നുണ്ടോ? അപ്പോൾ സച്ചി പറയണ, എനിക്ക് വിശക്കുന്നുണ്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. പോട്ടെ, നിനക്ക് വേണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് മാത്രമായിട്ട് എന്തിനാ, നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം. വീട്ടിൽ ഇനി ചെല്ലുമ്പോഴുള്ള കാര്യമാണ് രേവതിയാണ് പറയുന്നത്. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴുള്ള കാര്യം ഓർക്കുമ്പോഴാണ് പേടിയാവുന്നത്. എന്തിനു പേടിക്കുന്നത്? ഞാനില്ലേ നിൻ്റെ കൂടെ? അതല്ലെന്നേ, അദ്ദേഹം അവിടെ നിങ്ങളുടെ സഹോദരനില്ലേ, അങ്ങേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാളുടെ വയ്യാത്ത കയ്യും കൊണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾ കൈ പിടിച്ചൊടിച്ചില്ലേ, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഇനി നിങ്ങളുടെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കണ്ടേ, അതോർത്തിട്ടാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, അത് ശരിയാണ്, ചന്ദ്രമതി എന്തായാലും നല്ല രീതിയിൽ കലിപ്പിലായിരിക്കും. ഇന്നത്തെ ദിവസം മുഴുവനും ഇനി വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രമതി അമ്മയോട് യുദ്ധം ചെയ്യേണ്ടി വരും. അവനെ ഇവിടെ നിന്ന് ചെന്നിട്ടുണ്ട് എന്ത് ചെയ്യുന്നെന്നറിയാമോ? അവൻ പറഞ്ഞതൊന്നും പറയത്തില്ല. അവിടെ ചെന്നിട്ടേ അമ്മയുടെ മുന്നിൽ ചെന്നിട്ട് അവൻ മോങ്ങി കാണിക്കും. അത് കാണുമ്പോഴുണ്ടല്ലോ ചന്ദ്രമതിയുടെ മനസ്സലിയും. പിന്നെ എല്ലാവരുടെയും യുദ്ധത്തിനായിട്ട് വരും. എന്തായാലും എന്ന് കരുതി വീട്ടിൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വീട്ടിൽ പോയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വിശപ്പിന് വീട്ടിൽ ചെന്നിട്ട് പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, നീ വണ്ടി കയറ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി വണ്ടിയിൽ കയറി പോവാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രാലയമാണ്. നമ്മുടെ ശ്രുതിയും ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ 2 വിരലുകൾ, ഈ 2 വിരലുകളിൽ ഫ്രാക്ചർ ഉണ്ട്, രണ്ടും കൂടി ചേർത്ത് വെച്ച് പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ശ്രുതിയുണ്ട്. ഒരു കണക്കിന് ഉർവശി ശാപ ഉപകാരം നമ്മുടെ ശ്രുതിക്ക് 1 മാസം ജോലിക്ക് പോവാതിരിക്കാനുള്ള വകയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ശ്രുതി ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ആ ഒരു ഊഞ്ഞാലുണ്ടല്ലോ, ചങ്ങല ഊഞ്ഞാൽ, അതിൽ നമ്മുടെ സച്ചി ഇരിക്കുകയാണ്. ഇങ്ങനെ ശ്രുതിയെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്നിട്ട് പുള്ളിക്കാരൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടങ്ങ് എരിഞ്ഞ് കയറുകയാണ്. ഒട്ടും നമ്മുടെ ശ്രുതിക്ക് സഹിക്കുന്നില്ല. സച്ചിയെ കാണുമ്പോൾ അരച്ച് കലക്കി കുടിക്കാനുള്ള ആ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ഉടനെ നമ്മുടെ ഈ കൈ കണ്ടിട്ടാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിക്കും സഹിക്കുന്നില്ല. ചന്ദ്രമതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചന്ദ്രമതി ചോദിക്കുകയാണ്, ഞാൻ കണ്ടില്ലേ, ഇരുന്ന് പഴം തിന്നുന്നത് കണ്ടില്ലേ? ഈശ്വരാ, ഞാൻ പ്രസവിച്ചതൊരു ക്രിമിനലിനെ ആയിപ്പോയല്ലോ എന്നിങ്ങനെ പറയണം.
അപ്പോൾ അപ്പോൾ ഉടനെ തന്നെ സച്ചി ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയാണ്, കണ്ടില്ലേ കുരങ്ങൻ്റെ കണക്കിരുന്ന് പഴം തിന്നുന്നത് കുരങ്ങൻ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണ, കുരങ്ങനാണെങ്കിലേ നിങ്ങളുടെ വയറ്റിലല്ലേ ജനിച്ചത്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറഞ്ഞു, എടാ നീ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ പ്രസവിക്കില്ലായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഉടനെ സച്ചി പറയാണ്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട തള്ളയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ നിങ്ങളുടെ വയറ്റിൽ ജനിക്കില്ലായിരുന്നു, ഞാൻ വേറെ ഏതെങ്കിലും നല്ല വയറ് നോക്കി പോയാനെ, വേറെ ഏതെങ്കിലും ഒരു പാവ അമ്മയുടെ മകനായിട്ട് ജനിച്ചാനെ എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണേ, എന്തൊക്കെ അനാവശ്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കും രണ്ടുപേരും എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്നിട്ട് ഇങ്ങനെ ചന്ദ്രമതിക്ക് കലിപ്പ് തീരുന്നില്ല, അവനിരുന്ന് പഴം തിന്നുന്നു എന്ന് പറയണം. ഇങ്ങനെ ആക്കിയാണ് നമ്മുടെ സച്ചി. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ സുധീയുടെ അടുത്ത് നിന്നിട്ട് അമ്മ ചോദിക്കുന്നു, മോനെ സുധി, മോൻ്റെ വിരൽ വേദനയുണ്ടോ മക്കളെ, നല്ല വേദനയുണ്ടോ? ദുഷ്ടൻ മഹാഭാവി, അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ വിരൽ ഒടിച്ച് വെച്ചിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയാണ്, മോളെ ശ്രുതി, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ഇവർ കൂടി ഉണ്ടെന്ന്? എങ്കിൽ ഞാൻ നിന്നെ വിടില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ ഇവരുള്ളിടത്ത് പോയത്? നിങ്ങളുടെ റേഞ്ചിനൊപ്പം ഉള്ള ആളുകളാണോ ഇവര്? നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ മാത്രം നിങ്ങൾ അധപ്പതിച്ച് പോയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയണ, അത് ശരിയാ, ഇവരുടെ റേഞ്ചിനൊത്ത ആളുകളേ അല്ല ഞങ്ങൾ. കാരണം ഇവിടെ ഇരിക്കുന്നതേ അമേരിക്കൻ പ്രസിഡന്റും ഭാര്യയാണല്ലോ, അമേരിക്കയിൽ നിന്ന് കോടികളുടെ ഡോളറല്ലേ ഓരോ ദിവസം മറിയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയും ഇങ്ങനെ ചമ്മി മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ രേവതി അപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. അപ്പോൾ ചന്ദ്രമതി പറയണ, എന്താടാ അതിന് സംശയം? ഇനി നിന്നേക്കാളും നിൻ്റെ ഭാര്യയെക്കാളും ഒക്കെ എല്ലാം കൊണ്ട് നല്ലത് തന്നെ ഇവര്. നിങ്ങൾക്കൊക്കെ ഇവരുടെ കൂടെ നടക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത്? നിനക്കൊന്നും നാണമായില്ലേ എൻ്റെ മോനും മരുമോളുടെ അടുത്തേക്ക് പോയി ഇരിക്കാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അത് കേട്ട ഉടനെ തന്നെ നമ്മൾ സച്ചി പറയണം, നമ്മൾ ഇത്തിരി റേഞ്ച് കുറവുള്ള പാർട്ടീസ് തന്നെയാണ്. പിന്നെ റേഞ്ച് കുറവുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടേ ഈ ഇരിക്കുന്നത് പിന്നെ മഹാരാജാവും മഹാറാണിയും അല്ലേ, ഇവരുടെ അടുത്ത് പോയിരുന്ന കുഴപ്പത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണം, എടാ എനിക്ക് നിൻ്റെ അടുത്തുണ്ടല്ലോ നല്ല അരിശമുണ്ട് കേട്ടോ, നീ എന്നെ ചൊടിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ പിടിച്ച് കടിക്കുമോ? അങ്ങനെ നിങ്ങൾക്ക് കടിക്കണമെങ്കിലേ അങ്ങോട്ട് ചെല്ല്, അവൻ്റെ 2 വിരൽ ബാൻഡേജ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൽ പിടിച്ച് വെച്ച് കടിക്ക് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ ഉടനെ ചന്ദ്രമതിക്ക് സച്ചിയുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ ഉടനെ നമ്മുടെ സുധീരെ വിരൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഉടനെ നമ്മുടെ സച്ചി ഇങ്ങനെ സുധിയെ നോക്കിയിട്ടാണ് നമ്മുടെ ശ്രീകാന്തിനോട് പറയണം, എടാ ശ്രീകാന്തേ, അവൻ്റെ വിരൽ കണ്ടില്ലേടാ, ആ 2 വിരൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടായില്ല, എന്താ പറയുന്നത്? ഇല്ല, സെൽഫി എടുക്കാൻ നേരത്തെ ആളുകൾ വിരൽ ഇങ്ങനെ വെക്കില്ലേ, അതിനെന്തിനാണ് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴും ഉടനെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പീസ് ഔട്ട് ഏട്ടാ എന്നിങ്ങനെ പറഞ്ഞു. എന്തെന്ന് പീസ് ഔട്ടോ? അപ്പോൾ ഉടനെ പറയണം ശ്രീകാന്ത് പറഞ്ഞു, അതേ ഏട്ടാ അങ്ങനെ അതിന് പറയുന്നു. അവ അപ്പോൾ എപ്പോഴും പീസ് ഔട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടാ സെൽഫി എടുക്കുമ്പോൾ മാത്രം അങ്ങനെ വെച്ചാൽ പോരേട്ടാ മണ്ട, നീ എപ്പോഴും ഇങ്ങനെ പീസ് ഔട്ട് എടുത്തോണ്ടിരിക്കേണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതിക്ക് പിടിക്കുന്നില്ല. ശ്രുതി പറയണം, നിങ്ങളാണ് അവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനും എൻ്റെ ഭർത്താവും മര്യാദയ്ക്ക് സംസാരിച്ചിരുന്നെടുത്ത് നിങ്ങളാണ് അനാവശ്യമായിട്ട് കയറി വന്നത്. എന്നിട്ട് പാവം സുധിയുടെ വിരളം പിടിച്ചൊടിച്ചിട്ട് സംസാരിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. സച്ചി പറയുകയാണ്, ഞങ്ങളാണോ പ്രശ്നം ഉണ്ടാക്കിയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയണം, അതെ നിങ്ങൾ തന്നെയാണ് സംസാരിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയാണ്, നീ മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ ശ്രുതിയോടാണ് പറയുന്നത്, നീ അവിടെ മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുധിയുടെ അടുത്ത് സച്ചി പറയാണ്, നിന്റെ പെണ്ടാട്ടിയുടെ അടുത്ത് നിന്റെ ഭാര്യയുടെ അടുത്ത് അവിടെ മിണ്ടാതിരിക്കാൻ പറ, ഇല്ലെങ്കിലുണ്ടല്ലോ നീ ആയിരിക്കും എൻ്റെ കയ്യിലെ ചൂടറിയുന്നത് എന്ന് പറയണം. അപ്പോൾ സുധി പറയണേ, എടാ നീ കൂടുതൽ കളിക്കല്ലേ, ഞാൻ പലപ്പോഴും വേണ്ടാന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ നീ ഇനി കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ നീ എൻ്റെ
കയ്യിൽ നിന്ന് മേടിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണം, ആഹാ എങ്കിലൊന്ന് കാണണമല്ലോ. മിണ്ടാതിരിക്കും സച്ചി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നിങ്ങനെ ശ്രുതി പറയണ്. എന്നാൽ നീ ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യോടാ, എന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണട്ടെ, നിൻ്റെ ഇനി മറ്റേ കൈയും കൂടെ നിനക്ക് വേണ്ടേ എന്ന് ചോദിച്ചിട്ട് തൊട്ട് മുന്നിലേക്ക് കിടന്ന ടീപ്പോ ഇങ്ങനെ സച്ചി കാലുകൊണ്ട് തട്ടി എറിയാണ്. ആ ടീപ്പോ വന്ന് നമ്മുടെ ശ്രുതിയുടെ കാലിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ സകല നിയന്ത്രണവും വിടുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി പറയണ്, സ്റ്റോപ്പ് ഇറ്റ്, ഇതെന്താ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ സച്ചി ചോദിക്കണേ, ഇതെന്താ ട്രാഫിക് സിഗ്നലോ, സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറയാൻ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ്, നിന്റെ ചേട്ടനല്ലേ, നിന്റെ പ്രായത്തെക്കാളും എത്രയോ മൂത്തതാണ്, നിനക്കെന്താ ഒരിത്തിരി റെസ്പെക്ട് കൊടുത്തുകൂടെ ഈ മനുഷ്യന്, ഒന്നുമില്ലെങ്കിൽ ഈ മനുഷ്യന് എന്തുമാത്രം ഡിഗ്രിയും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുകയാണ്, അല്ലടാ ശ്രീകാന്തേ, ഇവർ പറഞ്ഞ ഈ 2 സാധനം നീ ഉണ്ടാക്കിയ ഡിഷ് വല്ലതും ആണോ, പുതിയതായിട്ട് നീ ഉണ്ടാക്കിയ ഡിഷ് വല്ലതും ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതിക്ക് അത് ഇൻസൾട്ടായിട്ട് തോന്നുകയാണ്. ശ്രുതി പറയണം, മനുഷ്യനായാലേ കുറച്ച് മാനേഴ്സ് വേണം, നിനക്കത് തൊട്ട് തീണ്ടിയിട്ടില്ല, മര്യാദ എന്താണെന്ന് നിനക്കറിയില്ല എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം പറയാണ്, കുടിയൻ എന്നിങ്ങനെ, റാസ്കൽ എന്നിങ്ങനെ പറയണം, കുടിയൻ, റാസ്കൽ, റൗഡി എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ രേവതിയുടെ നിയന്ത്രണം വിടുകയാണ്. രേവതി അങ്ങ് എഴുന്നേക്കാണ്. എന്നിട്ട് എഴുന്നേക്കല്ല, രേവതി മാറി നിൽക്കുകയായിരുന്നു, കുറച്ച് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് രേവതി പറയുകയാണ്, നിങ്ങൾ തന്നെയല്ലേ ഹോട്ടലിൽ വെച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഫസ്റ്റ് നിങ്ങളല്ലേ വഴക്കുണ്ടാക്കിയത്, ഞങ്ങളായിട്ട് വഴക്കുണ്ടാക്കിയതൊന്നും വന്നതല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഞാനും എൻ്റെ ഭർത്താവും മാന്യമായിട്ട് സംസാരിച്ചിരുന്നിടത്ത് നീ നിൻ്റെ ഭർത്താവും അല്ലേ വഴക്കിനായിട്ട് വന്നത്. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുകയാണ്, മാന്യമായിട്ട് സംസാരിച്ചിരുന്നെന്നോ, എന്ത് മാന്യതയായിരുന്നു നിങ്ങളുടെ സംസാരത്തിലുണ്ടായിരുന്നത്, ഈ ഇരിക്കുന്ന അച്ഛനെ പറ്റി അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം അതിൽ ഇടപെട്ടത് എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ അന്തം വിട്ടു പോകണം. രവീന്ദ്രൻ എന്തിനാണ് ഏതിനാണ് ഒന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി അങ്ങ് ചൂളിപ്പോവാണ്, ശ്രുതിയും. അപ്പം തന്നെ രേവതി പറയുകയാണ്, ഇദ്ദേഹം ആരെയും അനാവശ്യമായിട്ട് തല്ലാറില്ല, അദ്ദേഹം ആരെയെങ്കിലും കൈവയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും, പിന്നെ നിന്റെ ഭർത്താവിനെ തല്ലിയെങ്കിൽ അത് അങ്ങേരുടെ നാവിൻ്റെ പ്രശ്നം കാരണമാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയുന്നത്, നിർത്തടി, ശബ്ദം ഉയർന്നു വരുന്നുണ്ടല്ലോ, നിന്റെ വായിൽ നാക്ക് മിണ്ടാതിട്ട് മൂലയ്ക്ക് അങ്ങനെ പോയിരുന്നോളണം. അപ്പോൾ രേവതി പറയണം, അപ്പോൾ രേവതി ഉടനെ പറയണം, അമ്മേ, ഇദ്ദേഹം ഈ മനുഷ്യനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇവരെ അദ്ദേഹം തല്ലിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഇങ്ങേരെ വായി കിടക്കുന്ന നാക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇങ്ങനെ എന്തെല്ലാം അച്ഛന് അധിക്ഷേപങ്ങൾ പറഞ്ഞെന്നറിയാമോ, അത് കേട്ടിട്ട് സഹിക്ക വയ്യാതെയാണ് ഇദ്ദേഹം ഇയാളെ തല്ലിയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയുകയാണ്, അങ്ങനെ എൻ്റെ ശ്രുതിയെ ആരും തല്ലണ്ട എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ തന്നെ ശ്രുതി പറയുകയാണ്, ശ്രുതിയോട് തന്നെ നമ്മുടെ സച്ചി പറയുകയാണ്, ശ്രുതിയോടാണ് എപ്പോഴും ഈ ശ്രുതി എന്നുള്ള പേര് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ശ്രുതിയോട് നമ്മുടെ സച്ചി പറയുകയാണ്, നീ എന്തറിഞ്ഞിട്ടാണ് നീ ഇവനെ ഇങ്ങനെ കിടന്ന് ഓവറായിട്ട് കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ നിൽക്കുന്ന തള്ള ഇവൻ്റെ അമ്മയാണെന്ന് പറയാം, നീ ഇന്നലെ വന്ന് നീ എന്തറിഞ്ഞിട്ടാണ് ഇവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, നിനക്ക് ഇവനെ പറ്റി വല്ലതും അറിയാമോ, ഇവൻ ആരാണെന്നോ വല്ലതും അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാം മഹാമോശ സ്വഭാവമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ മുഖം മാറ്റിക്കളയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയണം, നിന്നെക്കാളും ഭേദമാണ്, എന്തായാലും നിന്നെക്കാളും എല്ലാം കൊണ്ട് നല്ലവൻ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ഇടപെടുകയാണ്. ചന്ദ്രമതി പറയണേ, മോളെ ശ്രുതി, നീ ഇവരുടെ അടുത്തൊന്നും സംസാരിക്കരുത്, ഇവരൊന്നും നമ്മളുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ആളുകളൊന്നും അല്ല, ഇവരെയൊക്കെ റേഞ്ച് എവിടെ കിടക്കുന്നു, നമ്മുടെ റേഞ്ച് എവിടെ കിടക്കുന്നു, അതുകൊണ്ട് ഇവരോട് നീ സംസാരിക്കുകയേ ചെയ്യരുത് എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി. അതിനുശേഷം ചന്ദ്രമതി പറയാണ്, ഇവനുണ്ടല്ലോ, ഇവൻ പ്രസവിച്ച നാൾ തൊട്ടേ ഇവൻ കാരണം ഞാൻ അനുഭവിച്ച നാണക്കേടുകൾക്ക് എന്താ പറയുന്നത്, നാണക്കേടുകൾക്കൊന്നും കയ്യും കണക്കുമില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ സച്ചി ചോദിക്കണം, ഞാൻ മൂലം നിങ്ങൾക്ക് എന്ത് നാണക്കേടാണ് ഉണ്ടായത്, സത്യത്തിൽ ഇവനല്ലേ ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടായത്, വിവാഹ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓടിപ്പോയത് ഇവൻ തന്നെയല്ലേ, അപ്പോൾ ഇവൻ വരുത്തി വെച്ച നാണക്കേടിൻ്റെ പകുതി പോലും ഇവിടെ ഞാൻ വരുത്തി വെച്ചിട്ടില്ല, ഞാൻ കുറച്ച് കുടിക്കുന്നുള്ള നേര് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നാണക്കേടാണ് ഉണ്ടായത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണേ, എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വലിച്ചിടുന്നത്, അതൊക്കെ വിട്ടുകള എന്നിങ്ങനെ പറയുകയാണ്.
അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയാണ്, നീ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോല്, മനുഷ്യൻ സഹിക്കുന്നതിനൊക്കെ ഉണ്ടല്ലോ ഒരു പരിധിയുണ്ട്, നീ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അപ്പോൾ ഉടനെ സച്ചി പറയണം, എന്നാ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. സച്ചി ശ്രുതിയെ അടിക്കാനായിട്ട് വരുമ്പോൾ ഇടയ്ക്ക് ശ്രുതി കയറുകയാണ്. ശ്രുതി പറയണേ, തൊട്ടു പോകരുത് എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത്. അപ്പോൾ ഉടനെ സച്ചി അന്തം വിട്ട് പോവുകയാണ്, രവീന്ദ്രൻ അന്തം വിട്ട് പോവുകയാണ്, എല്ലാവരും അങ്ങ് അന്തം വിട്ട് പോവുകയാണ്. കാരണം ഈ ഭയങ്കരമായ ശബ്ദത്തിലാണ്. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കണം, തൊട്ടാ നീ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ ഒന്ന് തൊട്ടു നോക്ക്, നീ വിവരം അറിയും എന്ന് പറയണം. അപ്പോൾ സച്ചി പറയണേ, തൊടുന്നില്ലടി, ഒറ്റ ചവിട്ടിന് ഇവനെ ഞാൻ കിടത്താന്ന് പറഞ്ഞ് കാല് പൊക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രവീന്ദ്രൻ പറയാണ്, സച്ചി എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി അങ്ങ് കാല് മാറ്റുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണം, എടി നീ ഇവനെ പറ്റി എന്തറിഞ്ഞിട്ടാ നീ കിടന്ന് തുള്ളുന്നത്? ഞാനിവനെ തല്ലുന്നതിന് നീ പറയുന്നു, അതെ ഇവൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. ശരി, ഞാൻ ഇവനെ തല്ലത്തുമില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, ഇവനുണ്ടല്ലോ, ഇവൻ എനിക്കൊരു 50 ലക്ഷം രൂപ തരാനുണ്ട്. 1 2 അല്ല, 50 ലക്ഷം. അത് നീ ഇവിടുത്താ. അത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവനുമായിട്ടുള്ള സകല കോണ്ടാക്റ്റും വിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവനെ കൈവയ്ക്കേണ്ട കാര്യമേ എനിക്കില്ല. അത് തരാൻ നിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ സംസാരിച്ചാൽ മതി, ഇല്ലെങ്കിൽ വായും പൂട്ടി മിണ്ടാതെ അടുക്കളയിൽ പോയി ജോലി ചെയ്യടി എന്ന് പറയാണ് സച്ചി. ഇത് കേൾക്കുമ്പോൾ ഉടനെ ചാടി എഴുന്നേൽക്കുകയാണ് നമ്മുടെ ശ്രുതി പറയാണ്, എടാ എന്താടാ പറഞ്ഞത് നീ എന്ന് വിളിച്ചോ നീ ശ്രുതിയെ? നീ എന്നെ എന്ത് പറഞ്ഞാലും അത് ഞാൻ സഹിക്കും, പക്ഷേ എൻ്റെ ശ്രുതിയെ നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുകയാണ്. അപ്പോൾ നമ്മളെ ഈ കുടിയെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ശ്രുതി. അപ്പോൾ വീണ്ടും ശ്രുതി ആവർത്തിക്കുകയാണ്, കുടിയൻ. അപ്പോൾ തന്നെ രേവതി പ്രതികരിക്കുകയാണ്. രേവതി പറയാണ്, നീ ഇടയ്ക്കൊക്കെ കുടിയെന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇദ്ദേഹം കുടിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ഇദ്ദേഹം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് കുടിക്കുന്നത്, അല്ലാതെ മറ്റു ചിലരെ പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മാത്രമല്ല ഇദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അതായത് ശ്രുതിയാണ് പറഞ്ഞത്, മറ്റു ചിലരെ പോലെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ഇദ്ദേഹം ചെയ്യാറില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, നിർത്തടി, നീ കൊള്ളാലോ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയണേ, നിങ്ങളവിടെ മിണ്ടാതിരിക്കേ, നിങ്ങൾ ഇവള് സംസാരിക്കുമ്പോൾ മിണ്ടുന്നില്ലല്ലോ, രേവതി സംസാരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ ഈ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ആഹാ ഇതപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഒത്തുകളിക്കുന്നതാണല്ലേ, അപ്പോൾ നീ തന്നെയാണ് ഇവക്ക് സകലമാന സപ്പോർട്ടും കൊടുത്ത് ഇവളെ സംസാരിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയുകയാണ്, രണ്ടുപേരും കൂടി തമ്മിൽ വെല്ലുവിളിക്കുകയാണ്, പിന്നീട് സച്ചിയും ശ്രുതിയും കൂടെ തമ്മിൽ. അപ്പോൾ സച്ചി പറയണേ, എൻ്റെ അച്ഛനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇനി കൊല്ലോടാ എന്നിങ്ങനെ പറയണം. അങ്ങനെ ഒടുവിൽ ഇവർ തമ്മിൽ അങ്ങ് വഴക്കാവുകയാണ്. ഓരോ കൂട്ടവും സംസാരിച്ച് അനാവശ്യമായിട്ട് ശ്രുതിയാണ് ഇതിലൊക്കെ സംസാരിക്കുന്നത്. ശ്രുതി പറയാണ്, ഇനി സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് പറ്റില്ല, ഇതുപോലെ ഒരു മുഴുക്കുടിയനുള്ള വീട്ടിൽ ഞാൻ എന്ത് ഇതിൽ ഞാൻ ഇവിടെ ജീവിക്കും, ഇവനെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാണ് എന്നിങ്ങനെ പറയാണ്. ഇതുപോലൊരു റൗഡിയുള്ള വീട്ടിലാണോ ഞാൻ ജീവിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇടപെടുകയാണ്. രേവതി പറയുകയാണ്, ഇദ്ദേഹം മദ്യപിക്കും എന്നുള്ളത് ശരിയാണ്, ഞാൻ മദ്യപിക്കുന്നതിന് ഞാൻ ഒരിക്കലും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇദ്ദേഹം മദ്യപിക്കുമെങ്കിൽ അത് ഇദ്ദേഹത്തെ ആരോഗ്യത്തെ മാത്രമാണ് ബാധിക്കുന്നത്. ഈ വീട്ടിൽ ഇദ്ദേഹം മദ്യപിച്ചിട്ട് വന്നിട്ട് നിനക്ക് എന്ത് അപമാനമാണ് ഇവിടെ ഉണ്ടായത്, നിന്നെ ഏത് രീതിയിലാണ് അത് ബാധിച്ചത് എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ്, രേവതി കൂൾ, ഇവരോടൊന്നും സംസാരിച്ച് നീ ഇനി BP ഒന്നും കയറ്റി വെക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രേവതി കൂളാവുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഇനി ഒരിക്കൽ കൂടി സച്ചി നിന്റെ ഈ സംസാരവും രീതികളൊന്നും ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ഇനി ഒരിക്കൽ കൂടി നീ ആവർത്തിച്ചാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കുന്നു പറയുന്നത്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണത്, ശ്രുതി നിർത്ത് എന്നിങ്ങനെ പറയുകയാണ്. കാരണം വാക്കുകൾ കൂടി പോയാൽ സച്ചി എടുത്തിട്ട് പതിക്കും എന്നുള്ള കാര്യം നന്നായിട്ട് നമ്മുടെ രവീന്ദ്രനെ അറിയാം. അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രുതിയോട് രവീന്ദ്രൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് കേട്ട ഉടനെ സച്ചി അങ്ങ് ചാടി വീഴാണ്. നമ്മുടെ സച്ചി ചെന്ന് തൂക്കിയെടുക്കുകയാണ് നമ്മുടെ ശ്രുതിയെ തൂക്കിയെടുത്ത് നേരെ മേല് കൊണ്ടുപോവുകയാണ്. മേല് ബാൽക്കണി കൊണ്ടിട്ട് മുതുവാരി മുളക്ക ഇടിക്കുകയാണ്. നമ്മുടെ ശ്രീകാന്ത് കഷ്ടപ്പെട്ട് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. രേവതിയും ശ്രുതിയും എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചിട്ട് സച്ചിയുടെ അടുത്ത് നിന്ന് നമ്മുടെ ശ്രുതിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ശ്രുതി കിടന്ന് അലറി വിളിച്ച് കരയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഓടി വന്നിട്ട് നിർത്ത് എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ട് കൂട്ടരും അടി നിർത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, എന്താടാ ഇത്, നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? ഞാനെന്താ ചെവിയും കണ്ണും ഒന്നും കാണാനും കേൾക്കാനും ഒന്നും വയ്യാത്ത ഒരാളാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എൻ്റെ മുന്നിൽ കിടന്നാണോ നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത്? എന്താടാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ചന്ദ്രമതി ഇടപെടുകയാണ്. ചന്ദ്രമതി പറയണം,
രവിയേട്ടാ, ഇതിന് മുഴുവൻ കാരണവും ഇവളും ദേ ഈ നിൽക്കുന്ന ഇവനുമാണ്. നിങ്ങൾ സച്ചിയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി, എൻ്റെ സുധി ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണ്, ചന്ദ്രമതി നീ നിർത്ത്, ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോവരുത്. നീ ഒരു അമ്മയാണോടി? ഒരമ്മയ്ക്ക് മക്കൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം. നീ ഒരു മകനെ എടുത്ത് തലയിൽ വെച്ചിട്ട് മറ്റേ മകനെ നിലത്തിട്ട് ചവിട്ടും. ഒരു മരുമകളെ എടുത്ത് തലയിൽ വെച്ചിട്ട് രണ്ടാമത്തെ മരുമകളെ കണ്ടുകൂടെ നിനക്ക്? നീയാണോടി ഒരമ്മ? ചന്ദ്രമതി, ശരിക്കും പറയുകയാണെങ്കിൽ സച്ചിയും സുധിയും തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടാവാൻ കാരണം കുട്ടിക്കാലം മുതൽക്കേ നിന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. നീ ഒറ്റൊരുത്തിയാണ് അവരിൽ തമ്മിൽ അകൽച്ച ഉണ്ടാക്കിയെടുത്തത്. നിനക്ക് സംസാരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത്? നീ ഇനി ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, നീ ശരിക്കും എൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉടനെ ചന്ദ്രമതി സൈലൻ്റ് ആവുകയാണ്, പിന്നെ മിണ്ടാനായിട്ട് വരുന്നില്ല. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണേ, ചന്ദ്രേ, ഇനി ഞാൻ പറയുന്നത് വരെ നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്ക് എൻ്റെ ആൺമക്കളോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സുധിയോട് പറയണേ, ഹെടാ സുധി, നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അവരുടെ സമ്പത്തും പദവിയും ഒന്നും നോക്കിയിട്ടല്ല അല്ല. നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളാണ്, മൂത്തത് ഇളയതാണ് നിങ്ങൾ തമ്മിൽ, ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കള്. നിങ്ങൾ ഇങ്ങനെ കൺമുന്നിൽ കിടന്ന് അടിപിടി കൂടുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എത്ര സമാധാനം ഉണ്ടാവും എന്നിങ്ങനെ ചോദിക്കാനേ. എന്നിട്ട് സച്ചിയോട് പറയണേ, സച്ചി, ഒരാളുടെ നേർക്ക് മുൻകോപം ആവശ്യത്തിന് വേണം, അധികമായ അത് കൊള്ളില്ല. ഒരാളുടെ നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടാവണം നിനക്ക്. എന്നിട്ട് സുധിയോട് പറയണേ, എടാ സുധി, നീ ഓരോന്നും ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. നീ ആരെയാണ് പറയുന്നത്, നീ ആരോടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബോധം നിൻ്റെ ഉള്ളിലും വേണം എന്ന് പറയുകയാണ്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ വീട്ടിനുള്ളിലായിരുന്നു, അത് മറ്റാരും അറിഞ്ഞിരുന്നില്ല. ഇന്ന് ആ റെസ്റ്റോറൻറ്റിൽ കിടന്ന് നിങ്ങൾ രണ്ടുപേരും പൊരിഞ്ഞ വഴക്കും പ്രശ്നങ്ങളും അത്രയും ഉണ്ടായി. അവിടെ കണ്ട എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ലേ, രവീന്ദ്രൻ്റെ മക്കള് അവിടെ കിടന്ന് തല്ലുകൂടിയ കഥ. അപ്പോൾ എത്ര അഭിമാനം ഉണ്ടടാ എനിക്ക്. ഈ വയസ്സാം കാലത്ത് അഭിമാനം നഷ്ടപ്പെട്ട് മനോവേദനയിൽ മരിക്കാനാണോ എൻ്റെ വിധി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയണം, അച്ഛാ എന്ന് വിളിക്കണം. വേണ്ട സച്ചി, മിണ്ടരുത് നീ ഇനി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ കരയുവാണ് കേട്ടോ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് രവീന്ദ്രൻ ചോദിക്കുകയാണ്, എടാ, സ്വന്തം മക്കൾ കൺമുന്നിൽ കിടന്ന് കടിപിടി കൂടുമ്പോൾ അത് കാണുന്ന അച്ഛൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ ഇന്നൊന്നുമല്ല, നിങ്ങളൊക്കെ ഒരു അച്ഛനാവണം. എന്നിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺമുന്നിൽ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ അന്നേ നിങ്ങൾക്ക് എൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ മക്കളെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം നമ്മുടെ ശ്രുതിയോടും നമ്മുടെ രേവതിയോടും കൂടിയാണ് പറയുന്നത്. ശ്രുതിയോട് ചോദിക്കുകയാണ്, ശ്രുതി, ഇവര് സഹോദരങ്ങളാണ്, ഇവര് തമ്മിലുള്ള പ്രശ്നത്തിൽ നീ എന്തിനാണ് ശ്രുതി ഇടപെടുന്നത്? പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ രണ്ട് മരുമക്കളും ഈ വീട്ടിൻ്റെ പുറത്തു നിന്നും വന്നവരാണ്. ഈ വീട്ടിനകത്ത് ജനിച്ചു വളർന്ന ഇവർ തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ എന്തിനാണ് അംഗം വെട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത്? നമ്മുടെ കാലശേഷം ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളവളുമാരല്ലേ നിങ്ങൾ രണ്ടുപേരും. അങ്ങനെയുള്ള നിങ്ങൾ തമ്മിലാണോ പോരുവിളിയും പോരാട്ടവും എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരികയാണ്. രേവതി പറയണേ, ക്ഷമിക്കുക അച്ഛാ, എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു തെറ്റും ഉണ്ടാവില്ല, അച്ഛൻ എന്നോട് ക്ഷമിക്കേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ചന്ദ്രമതി പറയുകയാണ്, എൻ്റെ സുധിയല്ല രവിയേട്ടാ, മുഴുവൻ ഈ നിൽക്കുന്ന സച്ചിയാണ് കാരണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, ഇനി ഒരക്ഷരം മിണ്ടരുത് നീ. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ച് കഴിയുന്നത് വരെ നീ മിണ്ടരുതെന്ന്, മിണ്ടിപ്പോവരുത് എന്ന് പറയുകയാണ്. പിന്നെ ചന്ദ്രമതി സൈലൻ്റ് ആവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേവതി സോറി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയാണ്, സോറി അങ്കിൾ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ രവി പറയുകയാണ്, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ തമ്മിൽ തല്ലാതെ നിങ്ങൾ ഐക്യതയോടുകൂടി കഴിയുന്നത് കണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് കാണാനാണെങ്കിൽ ഞാൻ എന്തിനടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഇത്രയും വർഷം ഞാൻ ജീവിച്ചില്ലേ, ഇനി ജീവിക്കണമെന്നില്ല എനിക്ക് പെട്ടെന്ന് മരിച്ചു കളഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി അച്ചാന്ന് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. രവീന്ദ്രൻ കൈ തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങി താഴേക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ശോകമൂകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെ എപ്പിസോഡ് കഴിയാണ്. എന്തായാലും നല്ലൊരു കിട്ടിലൻ തീ പാറുന്ന ഒരു എപ്പിസോഡായിരുന്നു, നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എന്തായാലും ഞാൻ കുറേയൊക്കെ ബബ്ബ അടിക്കേണ്ടി വന്നു, കാരണം എല്ലാം ഒന്നും തലയിലോട്ട് കയറിയില്ല, അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരും വിടാത്തവരും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.